ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അടുത്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം പൊട്ടൻഷ്യൽ എനർജി സ്റ്റെപ്പാണ്. അതായത് ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്റ്റെപ്പിൻ്റെ രൂപത്തിലായിരിക്കും. അതായത് യു ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എക്സ് ലെസ് ദാൻ 0, യു ഓഫ് എക്സ് ഈക്വൽ ടു u0 മീൻസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതായത് ഇങ്ങനെ ആയിരിക്കും. എക്സ് ഇങ്ങനെ കണ്ടില്ല, എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇതാ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു ഫൈനൈറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് സഡൻലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മറ്റൊരു പൊട്ടൻഷ്യൽ എനർജി ആയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് വേവ് ഫംഗ്ഷൻ സംഭവിക്കുന്നത്, എന്താണ് ആ പാർട്ടിക്കിളിൻ്റെ മോഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക എന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ പാർട്ടിക്കിളിൻ്റെ എനർജി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സപ്പോസ് പാർട്ടിക്കിളിൻ്റെ എനർജി u0നേക്കാൾ കൂടുതലാണെങ്കിൽ ആണ് എന്നുള്ളത് ഒരു കേസാണ്. പാർട്ടിക്കിളിൻ്റെ എനർജി u0ൻ്റെ താഴെയാണ്, അങ്ങനെയാണെങ്കിൽ മറ്റൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ദ എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ u0. ആദ്യത്തെ കേസ് അതാണ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പോൾ റീജിയൻ 1 രണ്ട് റീജിയൻസ് ഇവിടെ ഉണ്ട്. എക്സ് ലെസ് ദാൻ 0 പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനൊന്നുമല്ല. അപ്പോൾ ഇവിടെ വേറെയാണ്, ഇവിടെ വേറെയാണ്, ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് റീജിയൻ 1, ഇതിന് നമുക്ക് റീജിയൻ 1 എന്ന് വിളിക്കാം, ഇതിനെ റീജിയൻ 2 എന്ന് വിളിക്കാം. പിന്നെ എനർജി ഈസ് ലെസ് ദാൻ u0 അല്ല ഗ്രേറ്റർ ദാൻ u0. അപ്പോൾ അത് ഇവിടെ എനർജി, ഈ ഡയഗ്രത്തിൽ നമ്മൾ എനർജി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും വരിക എനർജി, കാരണം ഇത് എനർജിയുടെ ആക്സിസ് ആണ് കേട്ടോ, എനർജി ആക്സിസ് ആണിത്. നമ്മൾ വൈ ആക്സിസ് ആണ് എനർജി ആക്സിസ്. ഓക്കെ, അതിലുള്ള ക്വാണ്ടിറ്റി എനർജിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒരു എനർജി ആണല്ലോ, അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജീനെ ഈ ഒരു ആക്സിസിൽ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടുതലാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി. ആ കേസിൽ റീജിയൻ 1ലുള്ള കാര്യം നമുക്ക് എഴുതാം. സപ്പോസ് ദ വേവ് ഫംഗ്ഷൻ ഇയർ ഈസ് ψ1, ഇവിടുത്തെ വേവ് ഫംഗ്ഷന് ψ2. ഓക്കെ, നമുക്ക് റീജിയൻ 1ലെ വേവ് ഫംഗ്ഷൻ എഴുതി നോക്കാം. വി ക്യാൻ റൈറ്റ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 2 റീജിയൻസ് സെപ്പറേറ്റ്ലി. അപ്പോൾ റീജിയൻ 1ൽ എഴുതുമ്പോൾ എങ്ങനെ വരും? റീജിയൻ 1ൽ അതായത് എക്സ് ലെസ് ദാൻ 0 എന്നുള്ള റീജിയൻ വേർ u ഈസ് ഈക്വൽ ടു 0, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ ഇതും എന്താ വരിക? ശ്രോഡിഞ്ചർ ഇക്വേഷൻ ആർക്കും അറിയുന്നതാണ്. -h² by 2m d² ψ1 by dx² പ്ലസ് u ഇൻറ്റു സൈ എന്നാണ്. അപ്പോൾ u ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ ടേം ഉണ്ടാവില്ല. 0 ഇൻറ്റു സൈ ഈക്വൽ ടു ഇ ψ1. ഓക്കെ, പിന്നെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? ഇങ്ങനെയായി മാറും. ഇത് റീഅറേഞ്ച് ചെയ്താൽ ഈ ടേം 0 ആണ്, പിന്നെ ഈ -h² by 2m അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ആദ്യം ഈ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടല്ലോ 2me/h², ലെറ്റ് us കോൾ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് k02. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഈ മേലത്തെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായി മാറും? ഇങ്ങനെയായി മാറും. d² ψ1 by dx² ഈക്വൽ ടു -k02 ψ1. അപ്പോൾ ഇത് എന്താണ്? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു മൈനസ് സൈനും ഉണ്ട്. അപ്പോൾ പിന്നെ സൊല്യൂഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ നമുക്ക് e⁴ എന്ന് അസ്യൂം ചെയ്യാം. ψ1 ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. അവിടെ കൊടുക്കുകയാണെങ്കിൽ ആൽഫക്ക് +or - എന്നാണ് വരിക. അപ്പോൾ അത് എക്സ്പോണൻറ്റിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ae⁴ പ്ലസ് be⁻⁻x സൈനിൻ്റെയും കോസിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ പവറിൽ ഐ വരികയാണെങ്കിൽ അതൊരു ഓസിലേറ്ററി സൊല്യൂഷനാണ്. അപ്പോൾ വേണമെങ്കിൽ എക്സ്പോണൻ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സൈനും കോസും ഒക്കെ ആയിട്ട് എഴുതാം.
അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷൻ ഇങ്ങനെയാണ്, ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആൽഫൻ്റെ സ്ഥാനത്ത് പ്ലസ് ഓർ മൈനസ് IK0 ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻ എന്തായിരിക്കും? ψ1 ഈസ് ഈക്വൽ ടു Ae⁻IK0x പ്ലസ് Be⁻−IK0x. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇനി കൂടുതൽ ഇതൊന്നും വെച്ച് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാത്ത എന്താ? നമ്മൾ കുറേ വട്ടം ചെയ്തതാണ്. നമ്മളിതുവരെ ചെയ്ത ഒരുവിധ എക്സാമ്പിളൊക്കെ എന്താണ് ഇതേ ഫോർമാറ്റിലുള്ള സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് IK എന്ന് കിട്ടും. അപ്പോൾ ആൽഫൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കണതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആവണത്. ഓക്കെ, അപ്പോൾ ψ1 ഇങ്ങനെ കിട്ടും. ഈ ψ1 വേണമെങ്കിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എഴുതാം കേട്ടോ. അതെങ്ങനെ വരിക? ψ1 ഈസ് ഈക്വൽ ടു A പ്രൈം കോസ് A പ്രൈം കോസ് KX പ്ലസ് K0x പ്ലസ് B പ്രൈം സൈൻ K0x ഇങ്ങനെ വരിക. അങ്ങനെ എന്തുകൊണ്ട് ഏത് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തത്? യൂളർ ഇക്വേഷൻ e⁻I⁻θ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫോർമാറ്റിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഏതായാലും ഈ ഫോർമാറ്റ് മതി. ഇവിടെ ആവശ്യം എക്സ്പോണൻഷ്യൽ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എഴുതി. ഇനി റീജിയൻ 2 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു U0 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ വരിക? ശ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ വരിക? -h²/2m d² ψ2/dx² പ്ലസ് u0 ഇൻറ്റു ψ2 ഓഫ് എക്സ് ഈക്വൽ ടു E ψ2. ഓക്കെ, അതിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ടേമിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോവുക, പിന്നെ h²/2m അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക. ഇക്വേഷൻ 2 എന്ന് വിളിക്കണില്ല, അവിടെ നിൽക്കട്ടെ. d² ψ2/dx² ഈക്വൽ ടു -2m/h² ഇൻറ്റു E−u0 ഇൻറ്റു ψ2. ഓക്കെ, അപ്പോൾ ഇവിടെ E−u0 എന്താണ്? പോസിറ്റീവ്. അതും ആലോചിക്കണം കേട്ടോ. റിമെമ്പർ E−u0 ഗ്രേറ്റർ ദാൻ 0. അത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. കാരണം നമ്മളിവിടെ അസ്യൂം ചെയ്ത കേസ് എന്താണ്? എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ എനർജി സ്റ്റെപ്പിൻ്റെ u0നേക്കാൾ വലുതാണെന്നാണ്. അപ്പോൾ E−u0 എന്തായാലും പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി പോസിറ്റീവായ ഒരു ക്വാണ്ടിറ്റിയാണ്. പുറത്ത് ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ള അതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു K1². നമ്മൾ നേരത്തെ K0² ആണ് ഉപയോഗിച്ചത്, ഇവിടെ K1². പുട്ട് 2m/h² ഇൻറ്റു E−u0 ഈക്വൽ ടു K1². അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ എന്തായി മാറും? നമ്മുടെ മേലത്തെ ഇക്വേഷൻ ഇവിടെ K1² എന്ന് കൊടുക്കാം. ഇങ്ങനെയായി മാറും. d² ψ2/dx² ഈക്വൽ ടു -K1² ഇൻറ്റു ψ2. ഇക്വേഷൻ 2 എന്ന് വിളിച്ചു ഇതിനെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? ദിസ് ഈസ് അഗെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്. സോ ദ സൊല്യൂഷൻ വിൽ ബി, നമ്മൾ അഗെയിൻ ഇങ്ങനത്തെ ഫോമിൽ എഴുതാം. ψ ഈസ് ഈക്വൽ ടു A⁻αx എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് IK1 കിട്ടും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയ സ്റ്റെപ്പ് ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സാമ്പിളൊക്കെ ചെയ്ത സമയത്ത് എഴുതിയിരുന്നു. പിന്നെ അതിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൊടുത്ത് ഇങ്ങനെ ആൽഫ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഫോമിൽ ഇക്വേഷൻ കാണുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് സൊല്യൂഷൻ എന്തായിരിക്കും? ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I ഇൻറ്റു ദാറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇവിടെ മൈനസ് അല്ല, അത് പ്ലസ് ആണെങ്കിൽ ഇവിടെ ഈ I ഉണ്ടാവില്ല. പ്ലസ് ഓർ മൈനസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒറ്റയടിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സൊല്യൂഷൻ വിൽ ബി എക്സ്പോണൻഷ്യൽ. സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം വിത്ത് ദ ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് IK. സോ ദ സൊല്യൂഷൻ ψ2 ഈസ് ഈക്വൽ ടു
അപ്പോൾ സൊല്യൂഷൻ സൈ ടു ഈസ് ഈക്വൽ ടു നമ്മൾ എയും ബിയും കോൺസ്റ്റൻറ്റ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇനി സിയും ഡിയും ഉപയോഗിക്കാം. സി ഇ റൈസ് ടു ഐ കെ 1 എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു മൈനസ് ഐ കെ 1 എക്സ്. അപ്പോൾ യൂളർ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റാം. കാരണം ഇ റൈസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ തീറ്റൻ്റെ പകരം ഇവിടെ K1x ആണ്. അത് കൊടുക്കുകയാണെങ്കിൽ കോസ് KX പ്ലസ് ഐ സൈൻ KX ആവും ഈ ടേം. ഇതെന്താവും കോസ് K1x മൈനസ് ഐ സൈൻ K1. അങ്ങനെ എഴുതുകയാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? സൈ ടു ഈസ് ഈക്വൽ ടു സി പ്രൈം കോസ് KX പ്ലസ് ഡി പ്രൈം സൈൻ K1x. K1 കേട്ടോ ഇവിടെ. ഇങ്ങനെയായി മാറും. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ഈ സൊല്യൂഷനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം. ഇവിടെ സി പ്രൈം എന്നുള്ളത് നമ്മൾ ഇതിങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പോണൻഷ്യൽ സൊല്യൂഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷനെ നമുക്ക് ഒരുമിച്ച് എഴുതി നോക്കാം. സൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതി നോക്കാം. സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ കെ 0 എക്സ് പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഐ കെ 0 എക്സ്. പിന്നെ ഫോർ എക്സ് ലെസ് ദാൻ 0, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതാണ്. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ്, ഇവിടെ പിന്നെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് എങ്ങനെയാണ് വരിക? സൈ ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് ബൗണ്ടറി, അതായത് ഇവിടുത്തെ ബൗണ്ടറി ഏതാ? എക്സ് ഈക്വൽ ടു 0, അതാണ് ബൗണ്ടറി. അതുപോലെ ഡി സൈ ബൈ ഡി എക്സ് ഓൾസോ കണ്ടിന്യൂസ് ആവണം. ഓക്കെ, ഇവിടുത്തെ ബൗണ്ടറി അതാണ്. അപ്പോൾ എങ്ങനെ ഇതാത്? ഇതല്ലേ നമ്മളെ വേവ് ഫംഗ്ഷൻ ഇതാണ്. ഇതിൻ്റെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക? അപ്പോൾ സൈൻ്റെ ബൗണ്ടറി എങ്ങനെ വരിക? സൈ 1 ഓഫ് 0 ഷുഡ് ബി ഈക്വൽ ടു സൈ 2 ഓഫ് 0, സൈ 2 അറ്റ് 0. അതായത് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ 0 കൊടുക്കുമ്പോൾ എ ഇ റൈസ് ടു 0 പ്ലസ് ബി ഇ റൈസ് ടു 0 ഈക്വൽ ടു സി ഇ റൈസ് ടു 0 പ്ലസ് ഡി ഇ റൈസ് ടു 0. അപ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് കിട്ടും. ഇനി ഡി സൈ ബൈ ഡി എക്സിൻ്റെ കൊടുക്കുകയാണെങ്കിലോ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ വളരെ എളുപ്പമാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എ ഇ റൈസ് ടു ഐ കെ 0 എക്സ് ഇൻറ്റു ഐ കെ 0 ആയിരിക്കും ഇവിടെ വരിക ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഇവിടെ മൈനസ് ഐ കെ 0 ഇൻറ്റു ബി ഇ റൈസ് ടു മൈനസ് ഐ കെ 0 എക്സ്. അപ്പോൾ എന്ത് കിട്ടും? അതുപോലെ ഇവിടെയും പിന്നെ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക? എ ഐ കെ 0 മൈനസ് ഐ കെ 0 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഐ കെ 1 ഇൻറ്റു സി പ്ലസ് മൈനസ് ഐ കെ 1 ഇൻറ്റു ഡി എന്ന് വരും. ജസ്റ്റ് എഴുതുക. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാനൊന്നും പോണില്ല, വെറുതെ ഒന്ന് എഴുതി വെച്ച് നോക്കാം. ഇങ്ങനെയാണ് വരിക. ഡി സൈ 1 ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആദ്യം നമ്മൾ ഡി സൈ 1 ബൈ ഡി എക്സ് കാണുക, എന്നിട്ട് എക്സ് ഈക്വൽ ടു 0 അതിൽ കൊടുക്കുക. പിന്നെ ഡി സൈ 2 ബൈ ഡി എക്സ് കാണുക, എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. രണ്ടും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ ആണെങ്കിൽ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഐ കെ 0 എ മൈനസ് ഐ കെ 0 ബി ഈസ് ഈക്വൽ ടു ഐ കെ 1 സി മൈനസ് ഐ കെ 1 ഡി. ഇങ്ങനെ കിട്ടും. ഡെറിവേറ്റീവ് കണ്ടുകാണ്ട് എക്സ് ഈക്വൽ ടു 0 കൊടുത്ത് നോക്കിയാൽ മതി. സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, അത് അവിടെ നിന്നോട്ടെ. ഇത് ശരിക്കും ഓരോരോ കോൺസ്റ്റൻറ്റുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ 2 ഇക്വേഷനായി. ഇതിപ്പോൾ ഓരോ കോൺസ്റ്റൻറ്റ് കണ്ടെത്തണമെങ്കിൽ ഒരു 4 ഇക്വേഷൻ ഉണ്ടാക്കണം. 4 അൺനോൺ കോൺസ്റ്റൻറ്റുകളില്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നമ്മളെ സിലബസ് അനുസരിച്ച് ഇപ്പോൾ അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഇനി നമ്മൾ ഈ സൊല്യൂഷനിൽ തന്നെ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനാണ്. ഇതിനെ ടൈം ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷനാക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി കൊണ്ട് ഗുണിച്ചാൽ മതി ഈ സൊല്യൂഷനെ. നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ് ടൈം ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻ.
ടൈം ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഒരു ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ആ കിട്ടിയ മേലത്തെ സൊല്യൂഷനെ e−i⁻t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു കൺക്ലൂഷനൊക്കെ എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അബവ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇതിനെ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ψ(xt) എന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഇവിടെ എന്ത് ചെയ്താൽ മതി, e⁻i⁻t ആയിട്ട് മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ e−i⁻t. അപ്പോൾ ഈ x<0 എന്നുള്ള ഈ ഒരു സൊല്യൂഷൻ എന്തായി മാറും, ae⁻ik0 i×k0x−ωt. ഇവിടെ -i×k0x+ωt ഇങ്ങനെയായി മാറും. ഇങ്ങനെയായി മാറും. എങ്ങനെ ആയി മാറിയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ae⁻ik0x + be⁻ik0x അല്ലേ. അതിന് ഇവിടെ ഇങ്ങോട്ടൊരു മൾട്ടിപ്ലൈ ചെയ്തു e⁻i⁻t. ഇവിടെ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e⁻i⁻t മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് x⁻m × x⁻n എന്താ x⁻m+n. അപ്പോൾ ഈ അവിടെ അതുപോലെ കോമൺ ആയിട്ടുള്ളൊരു ഇതാണ് ഇ എന്നുള്ളത്. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് ചെയ്താണെങ്കിൽ i×k0x e⁻i⁻t മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ e⁻i×k0x -ωt വരും. അതുപോലെ e⁻i⁻k0x -i⁻t എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ k0x+ωt വരും. അതുപോലെ ഇങ്ങനെയും വരും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത് കൊടുത്തിട്ടില്ല, x<0 എന്നുള്ള സ്ഥലത്ത് ഇതിങ്ങനെയാണ്, ഇത് x>(0). ഇതൊക്കെ മായ്ച്ച് കളയാം. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിയാൽ ഇതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഈ ഒരു വേവിൻ്റെ അർത്ഥം എന്താണ്, e⁻i ഒരു വേവ് ഇങ്ങനെ ഉണ്ട് നിൽക്കുക, ae⁻i×kx−ωt ഇങ്ങനെയാണെങ്കിൽ ഇത് ഏത് വേവാണ്, ദിസ് വേവ് ഈസ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റിലേക്ക് പോകുന്ന വേവാണ്. കാരണം ഇത് ഈ വേവിൻ്റെ ഫേസാണ്, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ദിസ് ഈസ് ദ ഫേസ്. അപ്പോൾ ഈ ഫേസ് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. അതായത് ടൈം എന്തായാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എന്നുള്ളത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മൂവ് ചെയ്യാതെ ഇരുന്നാലും ഉണ്ടെങ്കിലൊക്കെ സമയം എന്നുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ടി ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എക്സും ഇൻക്രീസ് ചെയ്യണം. സോ ദാറ്റ് kx−ωt വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ വേവ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എക്സും ഇൻക്രീസ് ചെയ്യണം, ടി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എക്സും ഇൻക്രീസ് ചെയ്യണം. കാരണം ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട്, എന്നാലേ ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ മൊത്തമായിട്ടൊരു കോൺസ്റ്റൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് എ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ഇതെന്താണ്, ടൈം ഇൻക്രീസ് ചെയ്യുന്നു, എക്സ് ഇൻക്രീസ് ചെയ്താൽ ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ളത് കോൺസ്റ്റൻ്റ് ആവില്ല. അപ്പോൾ എക്സ് കുറഞ്ഞ് വരണം, നെഗറ്റീവായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ e⁻ ഒന്നിവിടെ എഴുതി വെക്കാം. അപ്പോൾ ഈ ഉള്ളിലെ എക്സ്പോണൻറ്റിൻ്റെ പവറിലെ ബ്രാക്കറ്റിലുള്ളത് kx−ωt എന്നുള്ള ഫോമിലാണെങ്കിൽ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ് ആണ്. kx+ωt എന്നുള്ള ഫോമാറ്റ് ആണെങ്കിൽ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ വേവ് ഫംഗ്ഷൻ അങ്ങനത്തെ രീതി നോക്കുക. അപ്പോൾ ദിസ് ഈസ് ദ വേവ്. നമ്മൾ എപ്പോഴും ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ആണല്ലോ, ആ വേവിനാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ് ടുവാർഡ്സ് റൈറ്റ്. കാരണം ഇവിടെ എക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം, ഇവിടെ എക്സ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് ഉള്ളിലുള്ളത് കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ എക്സ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്, ഇവിടെ അഗൈൻ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ലെഫ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ എ എന്നുള്ളത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈ ഒരു വേവ്, ഈ ഒരു പാർട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്, ഇങ്ങോട്ടുള്ളത് ഈ ഡയറക്ഷനിൽ. ഇതും അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് സി, ലെഫ്റ്റിലേക്ക് പോകുന്നതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഡി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടുത്തെ
എ സ്ക്വയർ എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണെന്ത്? ഇൻറ്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്നുള്ളത് ഇൻറ്റൻസിറ്റിയാണ്, ഈ റൈറ്റിലേക്ക് പോകുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ബി എന്നുള്ളത് ലെഫ്റ്റിലേക്ക് പോകുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ഇൻ ദ റീജിയൻ എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള റീജിയനിൽ സി സ്ക്വയർ എന്നുള്ളത് റൈറ്റിലേക്ക് പോകുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഡി സ്ക്വയർ എന്നുള്ളത് ലെഫ്റ്റിലേക്ക് പോകുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മളെ എക്സ് ലെസ് ദാൻ 0 എന്നുള്ള റീജിയനിൽ a(k0x-ωt എന്നുള്ളത് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ഇതിൻ്റെ എ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. പിന്നെ ലെഫ്റ്റിൻ്റെ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ടേം, ഈ ടേം. ഇവിടുത്തെ ബി എന്നുള്ളത് ലെഫ്റ്റിലേക്ക് പോകുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇൻറ്റൻസിറ്റി ആണെങ്കിലോ ഇവിടുത്തെ എ സ്ക്വയർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. എ സ്ക്വയർ എന്നുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ബി സ്ക്വയർ എന്നുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്. ദീസ് ആർ ഓൾ ഇൻ ദ റീജിയൻ എക്സ് ലെസ് ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റീജിയൻ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സി ആണ്, റൈറ്റിലേക്ക് പോകുന്ന വേവിൻ്റെ. ഈ സി സ്ക്വയർ ആയിരിക്കും ഇൻറ്റൻസിറ്റി. അതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള റീജിയനിൽ ഡി എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ് ആൻഡ് ഡി സ്ക്വയർ വിൽ ഗിവ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്. ഇനി സപ്പോസ് നമ്മുടെ ഒരു പാർട്ടിക്കിൾ, നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് പാർട്ടിക്കിൾ വരുന്നുണ്ട് നോക്കാം. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് -∞ നിന്നാണ് പാർട്ടിക്കിൾസ് വരുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വേവ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ വേവ് ഫംഗ്ഷൻ ഇത് ആ മുന്നിലേക്ക് പോകുന്ന പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ്. ഇതോ റിഫ്ലക്റ്റഡ്, ഈ വേവ് ഇങ്ങനെ മുന്നിലേക്ക് പോയിട്ട് ഇവിടെ തട്ടി ബൗണ്ടറിയിൽ നിന്ന് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത ഒരു പാർട്ട്, അതിന് കറസ്പോണ്ടിങ് ആയതാണ് ഈ ഭാഗം. അതുപോലെ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഈ ബൗണ്ടറിയിൽ നിന്നും പിന്നെ എന്ത് ചെയ്തു മുന്നിലേക്ക് പോകുന്ന പാർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്ന വേവ് ഫംഗ്ഷനാണ്. പിന്നെ ഇവിടെ റിഫ്ലക്ഷൻ ചെയ്യാനൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ഇവിടുന്ന് -∞ പാർട്ടിക്കിൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ ബൗണ്ടറി ഇല്ലല്ലോ, ഇതിങ്ങനെ പോവല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് D = 0 എന്ന് കൊടുക്കാം. അങ്ങനെ ഈ ലെഫ്റ്റിൽ നിന്ന് പാർട്ടിക്കിൾസ് വരുന്ന ഒരു കേസാണെങ്കിൽ ഈ ഒരു ടേം നമുക്ക് 0 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ജനറൽ കേസിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ മോഡുലസ് സ്ക്വയർ ആണ് കേട്ടോ, വിട്ടുപോയതാണ്. മോഡുലസ് ഓഫ് A സ്ക്വയർ ആണ്, മോഡുലസ് ഓഫ് B സ്ക്വയർ. അപ്പോൾ മോഡുലസ് ഓഫ് A സ്ക്വയർ ആണ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ഇവിടെ മോഡുലസ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, എപ്പോഴും മോഡുലസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ്, ആ ഒരു കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറിൻ്റെ മാഗ്നിറ്റ്യൂഡിലാണ് ഇമ്പോർട്ടൻസ് എടുക്കുന്നത്, മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറിൽ. ഓക്കെ, അപ്പോൾ ഇൻ പർട്ടിക്കുലർ കേസ് ഒരു ഉദാഹരണമായിട്ട് ഇഫ് എ പാർട്ടിക്കിൾ ഈസ് കമ്മിങ് ഫ്രം ലെഫ്റ്റ്, നമ്മുടെ വെല്ലിൻ്റെ അങ്ങനെയാണല്ലോ നമ്മുടെ ഇത്, ഇവിടുന്ന് ഇങ്ങനെ പാർട്ടിക്കിൾ വരുന്നുണ്ട് നോക്കുക ലെഫ്റ്റിൽ നിന്ന്, അതായത് -∞ നിന്ന്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് A സ്ക്വയർ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A സ്ക്വയർ എന്നുള്ള മോഡുലസ് ഓഫ് A സ്ക്വയർ അതെന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് വേവ്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് ഏരിയ, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഉണ്ടാവുക. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പാർട്ടിക്കിളിൻ്റെ എണ്ണം അങ്ങനെ കൂടുക, അങ്ങനത്തെ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം ഒരു കേസിൽ A സ്ക്വയർ എന്നുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് വേവ് കമ്മിങ് ഫ്രം ലെഫ്റ്റ്, B സ്ക്വയർ എന്നുള്ളത് ഈ ഒരു ബൗണ്ടറിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി. പിന്നെ C സ്ക്വയർ എന്നുള്ളത് ഈ ബൗണ്ടറിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന പാർട്ടിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയാൽ പിന്നെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളിടത്തുള്ള ആ രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല. കാരണം അത് അവിടെ ഇങ്ങോട്ടുള്ളൊരു വേവിന് സാധ്യത ഇല്ലല്ലോ. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഈ റീജിയനിൽ ഇങ്ങോട്ട് വേവ് വരാൻ പിന്നെ സാധ്യത ഇല്ല, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ പിന്നെ വേറെ ബൗണ്ടറികളൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ വേവ്സ് നേരെ പോവുള്ളൂ. അടുത്തതായി നമ്മൾ ഈ പറയുന്നത് ഈ ഒരു കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ
ലെഫ്റ്റിൽ നിന്ന് പാർട്ടിക്കിൾസ് വരുന്ന ആ കേസിൽ ഡി ഈക്വൽ ടു 0 നമ്മൾ പറഞ്ഞു. ആ സമയത്തുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എന്തായിട്ടുണ്ടാവും? എക്സ് ലെസ് ദാൻ 0യിലെ വേവ് ഫംഗ്ഷൻ എന്താണ്? ψ1 ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ കെ 0 എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് പാർട്ടിക്കിൾസ് വരുന്ന കേസിലെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരിക. ഡി ഈക്വൽ ടു 0 ആണ് ഉണ്ടാവുക. കാരണം ഈ റീജിയനിൽ റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടാവില്ല. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി പറയാം. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി? മോഡുലസ് ഓഫ് സൈ സ്ക്വയർ. പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ ദ റീജിയൻ എക്സ് ലെസ് ദാൻ 0യിൽ ഉള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണണമെങ്കിൽ ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക. ഓക്കെ, ψ1ൻ്റെ മോഡുലസ് സ്ക്വയർ. അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണല്ലോ സൈ. അപ്പോൾ അതിൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈ സ്റ്റാർ സൈ. അതായത് ഇവിടെ ψ1 സ്റ്റാർ ψ1. അപ്പോൾ എന്താ വരിക? ഇത് കൊഞ്ചുഗേറ്റാണ്. ഇതിൻ്റെ കൊഞ്ചുഗേറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൊഞ്ചുഗേറ്റ് എടുക്കാത്തതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കാം. കൊഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ കൊഞ്ചുഗേറ്റ് ഐ എന്നുള്ളതൊക്കെ മൈനസ് ഐ ആക്കി മാറ്റുക. അതാണ് കൊഞ്ചുഗേറ്റ് ആവും. അപ്പോഴാണ് കൊഞ്ചുഗേറ്റ് ആവുക. ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ 0 എക്സ് മൈനസ് ഒമേഗ ടി എന്നാവും. മറ്റേതെന്താവും? ഒരു ടേമും കൂടി ഉണ്ടല്ലോ. ഇവിടെ മൈനസ് ഐ എന്നുള്ളത് മൈനസ് ഐ ആക്കുമ്പോൾ അത് പ്ലസ് ഐ ആയി മാറി. അപ്പോൾ ഇവിടെ എ എന്നുള്ളത് റിയൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താലും എ തന്നെ ഉണ്ടാവും കേട്ടോ, നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ നോട്ടെ, കോൺജുഗേറ്റ് നിന്ന് കൊടുക്കാം നമുക്ക്. എടുത്താലും സെയിം തന്നെ വരിക. ബി ഇ റൈസ് ടു ഐ ഇൻറ്റു കെ 0 എക്സ് പ്ലസ് ഒമേഗ ടി. ഇതാണ് വരിക രണ്ടാമത്തെ ടേം. ഇതാണ് കോൺജുഗേറ്റിൽ വരിക. ഇവിടെ ബി സ്റ്റാർ ഉണ്ടാവുക. ഓക്കെ, ഇനി ബി ഇത് സൈ സ്റ്റാർ ആയിപ്പോൾ ψ1 സ്റ്റാർ ആയി. ഇനി ψ1 സ്റ്റാർ സൈ. ഇനി കോൺജുഗേറ്റ് എടുക്കാതെ ഇതാ. അപ്പോൾ സൈ സ്റ്റാർ സൈ ചെയ്യുമ്പോൾ ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ സ്റ്റാർ എ എന്നുള്ളത് മോഡുലസ് ഓഫ് എ സ്ക്വയർ. പിന്നെ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു എ ക്വാണ്ടിറ്റി ഇൻറ്റു ഇ റൈസ് ടു ഐ ഇൻറ്റു ദാറ്റ് സെയിം ക്വാണ്ടിറ്റി. അപ്പോൾ അത് 0 ഇ റൈസ് ടു 0 ആയിരിക്കും. പ്ലസ് പിന്നെ എ സ്റ്റാർ ഇൻറ്റു ബി ഇ റൈസ് ടു ഇതും അപ്പോൾ ഇതും ചെയ്യുന്ന സമയത്ത് മൈനസ് ഐ ഇൻറ്റു 2k0 എക്സ് എന്നാണ് വരിക. മറ്റ് ഒമേഗ ടി 0 ആയി പോവും. പിന്നെ പ്ലസ് ഇനി ബീൻ്റെത് എ ബി സ്റ്റാർ ഇ റൈസ് ടു ഐ ഇൻറ്റു ഇതൊന്നും പോലെ തന്നെ ഇവിടെ k0 എക്സ് പ്ലസ് ഒമേഗ ടി ആണ്. ഇവിടെ k0 എക്സ് മൈനസ് ഒമേഗ ടി ആണ്. അപ്പോൾ ഒമേഗ ടി 0 ആയി പോവും. പിന്നെ k0 എക്സ് ആഡ് ചെയ്യപ്പെടും 2k0 എക്സ് പ്ലസ് പിന്നെ ബി സ്റ്റാർ ബി എന്നുള്ളത് മോഡുലസ് ഓഫ് ബി സ്ക്വയർ ഇ റൈസ് ടു 0. ഇത് പ്ലസ് ഐ ആണ് മൈനസ് ഐ ആണ്. പിന്നെ ഉള്ളിലുള്ളൊക്കെ സെയിം ആണ്. അപ്പോൾ 0 ആയി പോകും. അപ്പോൾ എന്താ വരിക? മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്നുള്ളത് ψ1 സ്ക്വയർ എന്നുള്ളത് എന്തായി മാറും? എ മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് ഈ രണ്ടാമത്തെ ഇത് ഞാൻ ആദ്യം എഴുതി ബി സ്ക്വയർ പ്ലസ് എ സ്റ്റാർ എന്നുള്ളത് എ തന്നെയാണ്. കാരണം എ ആൻഡ് ബി ആർ റിയൽ ആണെങ്കിൽ പിന്നെ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താലും സെയിം തന്നെയല്ലേ. 2ൻ്റെ കോൺജുഗേറ്റ് എടുത്തു 2 സ്റ്റാർ, അതെന്താ 2 തന്നെയാണ്. കാരണം അത് റിയൽ ആയതുകൊണ്ട്. 2 അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താലോ -2i. അപ്പോൾ സെയിം അല്ല. അപ്പോൾ റിയൽ നമ്പർ ആണെങ്കിൽ കോൺജുഗേറ്റ് എടുത്താലും സെയിം തന്നെയാണ് വരിക. അതുകൊണ്ട് ഇവിടെ എ സ്റ്റാർ എന്നുള്ളത് എ തന്നെയാണ്, ബി സ്റ്റാർ എന്നുള്ളത് ബി തന്നെയാണ്. അപ്പോൾ എ ബി -2i k0 എക്സ് പ്ലസ് എ ബി. അപ്പോൾ ഇങ്ങനെ വരിക. ഇതിലിപ്പോൾ
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി കോമൺ ആണ്, എ ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2i k0x പ്ലസ് ഇ റേസ് ടു 2i k0x. ഇതിനെ നമുക്ക് എന്തൊക്കെ എഴുതാം? യൂളർ ഇക്വേഷൻ വെച്ച് മാറ്റാം, കോസിൻ്റെയും സൈൻ്റെയും ടേമിലേക്ക് മാറ്റാം. ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അങ്ങനെ ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ ഇവിടെ ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ 2 cos k0x എന്നാണ് വരിക. സൈനിൻ്റെ ടേം സബ്സ്ട്രാക്ട് ചെയ്ത് പോകും, അപ്പോൾ ഇതിങ്ങനെ വരിക. അപ്പോൾ മോഡുലസ് ഓഫ് സൈൻ്റെ സ്ക്വയർ എന്താ വരിക? മോഡുലസ് ഓഫ് സൈ 1 സ്ക്വയർ, അതായത് ഫോർ എക്സ് ലെസ് ദാൻ 0 ആ റീജിയനിൽ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്താ വരിക? മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് k0x ഇങ്ങനെ വരിക. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള റീജിയനിൽ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്താ വരിക? അത് സിമ്പിളാണ്, ഇത്ര പണിയൊന്നുമില്ല. സൈ എന്താ? ഈ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ, d0 ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈ സ്റ്റാർ സൈ എടുക്കുകയാണെങ്കിൽ അത് ഈ എക്സ്പോണൻറ്റലിൻ്റെ പവറിലുള്ളത് 0 ആയി പോകും. പിന്നെ c സ്ക്വയറിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് സൈ സ്ക്വയർ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയായിരിക്കും വരിക? ഇത് എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആ റേഞ്ചാണ്. അപ്പോൾ ആ പ്ലോട്ട് ഇവിടെ വരച്ച് നോക്കുക, ഇതായിരിക്കും ഈ റീജിയനിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ വരിക? ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ 0ൻ്റെ മേൽക്കായിരിക്കും, ഒരു കൊസൈൻ ഫംഗ്ഷൻ ആയിരിക്കും, കോസ് ഫംഗ്ഷൻ. അത് 0ക്ക് അബൌട്ട് ആവില്ല, കുറച്ച് പൊങ്ങിക്കൊണ്ട് നിൽക്കുന്ന കോസ്. ഇവിടെ എക്സ് ഈക്വൽ 0 ആകുമ്പോൾ ഇതിവിടെ 1 ഇവിടെ കുറച്ച് വലിയ വാല്യൂസ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഇതൊരു കൊസൈൻ ഫംഗ്ഷൻ ആയിരിക്കും, കാരണം ഇവിടെ ആകെയുള്ളൊരു ഫംഗ്ഷൻ കൊസൈനാണ്. പിന്നെ അത് ഒരു എ സ്ക്വയർ ബി സ്ക്വയർ കൊണ്ട് അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ലിഫ്റ്റ് ചെയ്ത ഒരു കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെ വരിക? ഇങ്ങനെ വരിക. ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആയിരിക്കും, എക്സ് ഈക്വൽ ടു 0 മാക്സിമം. കാരണം 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 2ab എന്നുള്ളൊരു അഡീഷണൽ ടേമും കൂടി വരണ്ടേ, അപ്പോൾ ഇത് മാക്സിമത്തിലായിരിക്കും. പിന്നെ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളടത്ത് അവിടെ c സ്ക്വയർ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രൈറ്റ് ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എക്സ് ലെസ് ദാൻ 0 എന്നുള്ളടത്ത്. ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ എല്ലാ സ്ഥലത്തും പാർട്ടിക്കിളിനെ കാണാൻ ഈക്വൽ പ്രോബബിലിറ്റിയാണ്, ഇവിടെ ഒരു ഓസിലേറ്റിംഗ് പ്രോബബിലിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ടൈം ഏതാണെങ്കിലും t ഈസ് ഈക്വൽ ടു 0 കൊടുത്താലും t ഈസ് ഈക്വൽ ടു ഏത് കൊടുത്താലും സെയിം തന്നെ കിട്ടുക. കാരണം മോഡുലസ് ഓഫ് സൈ സ്ക്വയറിൽ ടൈമിൻ്റെ ഒന്നുമില്ല, അതുകൊണ്ട് സെയിം തന്നെ ആയിരിക്കും വരിക. ടൈമിനിപ്പോൾ ഇവിടെ റോളൊന്നുമില്ല, ഏത് സമയത്തും ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ആയ ഒരു ഇതായിരിക്കും വരിക. ഇതൊരു സ്റ്റാൻഡിങ് വേവ് പോലെ ആയിരിക്കും, ഒരു ട്രാവലിംഗ് വേവ് അല്ല, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ, ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി സൈ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാം? സൈ പ്ലോട്ട് ചെയ്യാൻ കുറച്ചും കൂടി പണിയുണ്ട്, കാരണം ഇതാണ് നമ്മളെ സൈ. അപ്പോൾ ഇവിടെ ഇ റേസ് ടു, ഇവിടെ ഒരു ഇ റേസ് ടു ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇ റേസ് ടു ഐ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ഐ ഉണ്ട്. അപ്പോൾ ഇതിനെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയി പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ വരിക? എ കോസ് kx മൈനസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ k0x മൈനസ് ഒമേഗ ടി. ഇവിടെ k0 ആണ്. ഇതിനെ സൈൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റുക. അപ്പോൾ അതേപോലെ ബീൻ്റെതും മാറ്റുക, ബി ഇൻറ്റു കോസ് k0x മൈനസ് ഒമേഗ ടി മൈനസ് ഐ ഇൻറ്റു സൈൻ k0x മൈനസ് ഒമേഗ ടി. ഇനി കോസ് kx കോസിൻ്റെ ടേമിൽ ഒരുമിച്ച് ചെയ്താണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു കോസ് k0 മൈനസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ബി
ഇൻറ്റു സൈൻ k0x-ωt. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമാജിനറി പാർട്ട്, ഐ ഉള്ള പാർട്ട്. അപ്പോൾ ഈ റിയൽ പാർട്ടിന് ഇതിന് സെപ്പറേറ്റ് ആയി നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ t = 0 നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ t = 0 എന്ന് ഇവിടെ കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്യാം. നമ്മൾ വരക്കാൻ എളുപ്പത്തിന് t = 0 അങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കർവ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റിയൽ പാർട്ട് നോക്കിയാൽ ആ ഒരു ബോൾട്ടായ ലൈന്, ഇതിൽ ആ ഡോട്ടഡ് അല്ലാത്ത ലൈനാണ് ഇത് റിയൽ പാർട്ട്. അതായത് അത് കോസിൻ്റെ ഇവിടുത്തെ ഈ കോസ് k0x-ωt ഉണ്ടല്ലോ, അതിൻ്റെ പാർട്ടാണ് ഈ ഇത്. അതുകൊണ്ടാണ് ഇവിടെ 0 1ആണത് മാക്സിമാണ് അല്ലേ. പിന്നെ ഇമാജിനറി പാർട്ട് എന്നുള്ളത് സൈൻ k0x-ωt. അവിടെ t = 0 കൊടുത്തിട്ട് വരക്കുമ്പോൾ കിട്ടണതാണിത് ഇവിടുത്തെ. പിന്നെ ഇമാജിനറി പാർട്ടാണിത് a-b സൈൻ k0x-ωt. t = 0 കൊടുക്കുമ്പോൾ k0x മാത്രമേ ഉണ്ടാവുള്ളൂ, സൈൻ k0x അതിൻ്റെ പ്ലോട്ട്. അതാണ് 0 ആണിത്. പിന്നെ നമ്മൾ x>0 എന്നുള്ള റീജിയനിൽ അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് നമുക്ക് ഒന്ന് വേണമെങ്കിൽ വരച്ച് നോക്കാം. അപ്പോൾ സൈൻ്റെത് a+b കോസ് t = 0. സൈ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം, ഈ മേലെ കോസിൻ്റെയും സൈൻ്റെയും ടേമിൽ. t = 0 കൊടുക്കുമ്പോൾ ഈ സൈ 1 കോസ് k0x പ്ലസ് ഇവിടെ പിന്നെ ഒരു സൈൻ k0x ഉണ്ടാവും, ഐ ഇവിടെ പുറത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ പാർട്ട്, കോസ് k0xൻ്റെ പ്ലോട്ട്. അങ്ങനെ x = 0 1 ആയിരിക്കും, മാക്സിമം ആയിരിക്കും. പിന്നെ ഈ റീജിയൻ എത്തുമ്പോൾ t = 0 കൊടുത്താൽ ഇത് കോസിൻ്റെ k1 എന്താണ് ഒന്നും കൂടി ചെറുതാണ്, അപ്പോൾ ലാംഡ ഒന്നും കൂടി വലുതായിട്ടുണ്ടാവും. ഇനി ഇമാജിനറി പാർട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് കളറിൽ പ്ലോട്ട് ചെയ്യാം. ഇവിടെ a-b ആണ്, അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഒന്ന് ചെറുതാണ്. പിന്നെ ഇവിടെ t = 0 നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈൻ k0x ഇവിടെ 0 ആയിരിക്കും വരിക. പിന്നെ വേവ് ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും, അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. സോറി, ഇവിടെ സൈനാണ് കേട്ടോ, സൈൻ വേവ് ലെങ്ത് ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് വരക്കാൻ കുറച്ച് പണിയാണ്. ഇങ്ങനെ ഉണ്ടാവുക. ഇത് t = 0. ഈ t = t/4 കൊടുക്കുകയാണെങ്കിൽ ആ പ്ലോട്ട് ഇവിടെ കാണിക്കാൻ വരക്കണില്ല, ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, റിയൽ പാർട്ട് ഇങ്ങനെ, ഇമാജിനറി പാർട്ട് ഇങ്ങനെ. അപ്പോൾ അത് വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ട്രാവലിംഗ് വേവ് ആയിരിക്കും, എന്നാൽ മോഡുലസ് ഓഫ് ψ² എന്നുള്ളത് ഒരു സ്റ്റാൻഡിങ് വേവ് ആയിരിക്കും. കാരണം ഇതിൽ ടൈമിൻ്റെ ഫാക്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡിങ് വേവ് ഇതാണ് t = 0 എന്നുള്ള സമയത്തുള്ള സ്റ്റാൻഡിങ് വേവ്. ഇത് t = t/4 കൊടുക്കുമ്പോഴുള്ള സ്റ്റാൻഡിങ്, അത് രണ്ടും സെയിം ആണ്. കാരണം അത് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല. വേവ് ഫംഗ്ഷന് ഒരിതുണ്ട്. അപ്പോൾ
ഇങ്ങനത്തെ രീതിയിലായിരിക്കും പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാവുക, പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഉള്ളിടത്ത് എല്ലായിടത്തും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. ഇവിടെ ഒരു സ്റ്റാൻഡിങ് വേവിനനുസരിച്ചുള്ള ആ ഒരു പോയിന്റ്, ഓരോ പോയിന്റുകളുടെയും ഇതിലെ ഹൈറ്റിനനുസരിച്ചായിരിക്കും ഇതുണ്ടാവുക, ഇതിൻ്റെ വാല്യൂക്ക് അനുസരിച്ചായിരിക്കും ഇതുണ്ടാവുക, പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? ഇതിൽ പറഞ്ഞത് നമ്മൾ ആദ്യം നമ്മൾ സ്റ്റെപ്പ് വരച്ചു, പിന്നെ റീജിയൻ 1ലും 2ലും സെപ്പറേറ്റായി വേവ് ഫംഗ്ഷൻ എഴുതി. പിന്നെ എന്ത് ചെയ്തു? വേവ് ഫംഗ്ഷന് നമ്മൾ സാധാരണ കണ്ടെത്തുന്ന രീതി കണ്ടെത്തി. പിന്നെ എന്ത് ചെയ്തു? ടൈം ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻ ആക്കിയതിനെ e⁻⁻⁰ അപ്പോൾ ഇങ്ങനത്തെ രീതിയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകുന്ന വേവ്, റൈറ്റിലേക്ക് പോകുന്ന വേവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിന് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടെത്തി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുറേ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കോമൺ